അസ്സലാമലൈക്കും. അപ്പോൾ ഇന്ന് നമ്മൾ ഡ്രസ്സ് എടുക്കാൻ വേണ്ടിയിട്ട് പോവാണ്. പെരുന്നാൾ ഡ്രസ്സല്ലേ, മാക്സി മാറ്റാനൊക്കെ ഉണ്ട് അല്ലേ? മാറ്റാലോ, മാറ്റാണ്ട്. അപ്പം ആദ്യം മുന്നിക്ക് നടന്നാണ്, ഞങ്ങളിത് നടന്നുകൊണ്ടിരിക്കുകയാണ്, സ്റ്റെപ്പ് ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇതാണ് നമ്മളെ സാഹസികമായിട്ടുള്ള സ്റ്റെപ്പ്, താണിപ്പാറ സ്റ്റെപ്പ്. തോന്നൂല കേട്ടോ, ഞങ്ങൾ വീട്ടിൽ നിന്ന് നേരെയുള്ള സ്റ്റെപ്പാണ് കേട്ടോ. കണ്ടാലാർക്കും തോന്നൂലെന്നോ? ആമ ബൈക്കുമ്മലാണ് വരുന്നത് കേട്ടോ. അപ്പൊ മുന്നിക്ക് പോയോ? അപ്പൊ ഇതാണ്, ഇവിടുന്ന് നേരെ ഇങ്ങനെ നടന്നാല് മങ്കരന്റെ അവിടെ എത്തൂല്ലേ? പുതിയ ബസ് സ്റ്റാൻഡിന്റെ അടുക്കല്ലേ? ചുരിദാറൊക്കെ ആദ്യം തന്നെ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇപ്പോൾ ദാമാക്ക് മാക്സിം പിന്നെ എനിക്കൊരു ഷാള്, അങ്ങനെ ചെറിയ ചെറിയ ഐറ്റംസൊക്കെ വാങ്ങാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ഇറങ്ങിയതാണ്. ഇപ്പോൾ ഞങ്ങൾ ഉപാസനയിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഒരു ചുരിദാർ കണ്ടപ്പോൾ ജസ്റ്റ് ഒന്ന് വെച്ച് നോക്കിയതാണ് കേട്ടോ. പിന്നെ മാക്സി എടുക്കുമ്പോൾ എപ്പോഴും ഞങ്ങൾ ഉപാസനയിൽ നിന്ന് എടുക്കൽ, നല്ല അളവ് കറക്റ്റായിട്ടും റേറ്റൊക്കെ ഒരു പാകത്തിന് കിട്ടൽ ഉപാസനയിൽ നിന്നാണ്. അങ്ങനെ ഡ്രസ്സൊക്കെ എടുത്ത് വീട്ടിലേക്ക് എത്തിയവരാണ്. പിന്നെ ജില്ലിൻ്റെ ഒപ്പം ഞാൻ വീമാട്ടേക്ക് പോകുന്നത് കുറച്ച് വീട്ടിലുള്ള സാധനങ്ങളൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട്. ടിഷ്യൂ എടുക്കണോ? എനിക്കൊരു കമ്പിച്ചണ്ടിയാണ് കട്ടാണല്ലോ, കറി എടുക്കാനാണോ? അങ്ങനെ സാധനം എടുക്കലൊക്കെ കഴിഞ്ഞു. കൂടുതൽ ഐറ്റംസ് ഒന്നും എടുക്കാനില്ലായിരുന്നു കേട്ടോ. നമുക്ക് പെരുന്നാൾക്കുള്ള കുറച്ച് ഐറ്റംസ് മാത്രം തന്നെ ഉള്ളായിരുന്നു. പിന്നെ ഇനി നേരെ വീട്ടിലേക്കാണ്. പിന്നെ ഇന്ന് 29ാമത്തെ നോമ്പാണ്. അപ്പോൾ തിങ്കളാഴ്ച മിക്കവാറും പെരുന്നാളാവും എന്ന് പറഞ്ഞുകൊണ്ട് ആ ഒരു ഇതിലായിരുന്നു കേട്ടോ. പെരുന്നാളാവും എന്നുള്ള ഒരു പ്രതീക്ഷയിലായിരുന്നു. പർച്ചേസൊക്കെ കഴിഞ്ഞ് വീട്ടിലെത്തിയപ്പോൾ തന്നെ നമുക്ക് വൈകുന്നേരത്തിനുള്ള ഭക്ഷണം ഉണ്ടാക്കാനുള്ള ടൈം ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനിന്ന് ബീഫ് മക്രോണിയാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അതിന് ആ ഒരു കുക്കർ സ്റ്റൗവിൽ വെച്ചിട്ടുണ്ട്. അതിലേക്ക് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ വെച്ച് ചൂടായിട്ട് ഞാൻ വലിയ ഉള്ളി ഇട്ട് കൊടുത്ത് ഒന്ന് വഴറ്റി എടുക്കുന്നുണ്ട്. വെല്ലുള്ളി പെട്ടെന്ന് വഴണ്ട് കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. ഉപ്പിട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ നമുക്ക് വെല്ലുള്ളി വഴണ്ട് കിട്ടും. പിന്നെ ഞാൻ ഇന്നാൾ മക്രോണിൻ്റെ റെസിപ്പി ഷെയർ ചെയ്തിരുന്നു. അപ്പോൾ അതൊക്കെ കാണാത്തവരുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് പോയി കാണാം കേട്ടോ, ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. പിന്നെ അതേപോലെ അല്ല കേട്ടോ ഇത് ഉണ്ടാക്കുന്നത്, ഇത് ഞാൻ കപ്പയും ഇറച്ചിയും വെക്കൂലേ അതേ രീതിയിലാണ് ഉണ്ടാക്കി എടുക്കുന്നത്. വലിയുള്ളി നന്നായിട്ട് വഴണ്ട് വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് നമ്മൾ ചതച്ച് വെച്ച വെളുത്തുള്ളിയും ഇഞ്ചിയും ചുവന്നുള്ളിയും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അതിൻ്റെ പച്ചമണം മാറുന്നത് വരെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. അതിനുശേഷം 2 തക്കാളി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എരിവിനാവശ്യമായിട്ടുള്ള പച്ചമുളകും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ സാധാരണ നമ്മൾ ബീഫ് വെക്കൂലേ ആ രീതിയിൽ തന്നെയാണ് ഞാൻ വെക്കുന്നത്. പിന്നെ നമ്മൾ ബീഫ് വേവിച്ചതിന് ശേഷമാണ് മക്രോണിയിലിട്ട് മിക്സാക്കി എടുക്കുന്നത് കേട്ടോ. അങ്ങനെ നമ്മൾ മസാലപ്പൊടികളൊക്കെ ഓരോന്നായിട്ട് ചേർത്ത് കൊടുക്കുക. മുളക് പൊടി, മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, പിന്നെ മല്ലിപ്പൊടി, ഇതൊക്കെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുത്തിട്ട് നമ്മൾ കഴുകി വെച്ച ബീഫ് അതിലേക്ക് ഇട്ട് കൊടുക്കുക. ബീഫ് വേവാൻ ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് ബീഫൊന്ന് വേവിച്ചെടുക്കുകയാണ്. അപ്പോൾ ആ സമയത്താണ് കേട്ടോ ഞാൻ പലഹാരമായിട്ട് ഉള്ളിവടയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഉള്ളിവടക്കുള്ളതെല്ലാം റെഡിയാക്കി കൊടുക്കുകയാണ്. അങ്ങനെ ഇതാ ഉള്ളിവടക്കുള്ളതൊക്കെ റെഡി ആയിട്ടുണ്ട്. പിന്നെ അതൊന്നും ഡീറ്റെയിൽ ആയിട്ട് കാണിക്കണ്ടല്ലോ, മിക്ക ആളുകൾക്കും അറിയണതാവും. അങ്ങനെ നമ്മൾ ഉള്ളിവടയൊക്കെ ഒന്ന് പൊരിച്ചെടുക്കട്ടെ. അപ്പോൾ അതിനായിട്ട് ഞാനൊരു ചീനച്ചട്ടിയാണ് കേട്ടോ വെച്ചിട്ടുള്ളത്. അപ്പോൾ ചീനച്ചട്ടി ചൂടായിട്ട് അതിലേക്ക് ഓയിൽ ഒഴിച്ച് കൊടുക്കുകയാണ്. ഉള്ളിവട ഞാൻ കൈ കൊണ്ട് പരത്തിയിട്ടൊന്നുമല്ല കേട്ടോ ചെയ്യുന്നത്, സ്പൂൺ കൊണ്ട് കോരി ഒഴിക്കുകയാണ്. പിന്നെ പരത്തിയെടുക്കാനെന്നുള്ള സമയമില്ല, എനിക്കൊരു പുഡിങ്ങും ഉണ്ടാക്കണം. പിന്നെ ബീഫ് വേവ് റെഡി ആയിട്ട് വേണം മക്രോണി റെഡിയാക്കാൻ വേണ്ടിയിട്ട്.
അങ്ങനെ ഉള്ളിവട പൊരിഞ്ഞു വരുന്ന സമയത്ത് ഞാനിവിടെ മാങ്ങൻ്റെ തൊലിയൊക്കെ ഒന്ന് കളഞ്ഞെടുക്കുന്നുണ്ട് ജ്യൂസ് അടിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഇങ്ങനെ പൊരിക്കലൊക്കെ ആകുമ്പോൾ അതിൻ്റെ ഇടയിൽ നമുക്കിങ്ങനെ ഓരോ പണികളൊക്കെ ചെയ്താൽ നമ്മൾ പണികളൊക്കെ പെട്ടെന്ന് കഴിയൂലേ. അപ്പോൾ ഞാനിങ്ങനെയാണ് കേട്ടോ ചെയ്യാറ്. നമ്മൾ അപ്പൊക്കെ ചുടുമ്പോൾ അതിൻ്റെ ഇടയിൽ ഓരോ പണികളായിട്ട് എടുക്കും. അപ്പോൾ പെട്ടെന്ന് അങ്ങനെ പണി തീരും. അപ്പോൾ നമ്മൾ ബീഫൊക്കെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഞാനതൊരു ചെമ്പട്ടിയിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ആ സമയത്തൊക്കെ മക്രൂണി വേവിച്ചെടുത്തിരുന്നു കേട്ടോ. അപ്പോൾ വേവിച്ച മക്രൂണി ഞാൻ അതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. കുറച്ച് വെള്ളം അതിലുണ്ട്, പക്ഷേ ആ മക്രൂണിയിൽ കടന്നിട്ട് അത് വറ്റുമ്പോൾ ഒരു പ്രത്യേക ഒരു ടേസ്റ്റാണ് കേട്ടോ. കുറച്ചങ്ങനെ വെള്ളം വേണം, എന്നാലാണ് ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അങ്ങനെ ഞാൻ പുഡിങ് റെഡിയാക്കുകയാണ് കേട്ടോ. അപ്പോൾ അതിലേക്ക് ഞാൻ ഒരു അര കപ്പാണ് കാരമൽ ചെയ്യാൻ വേണ്ടിയിട്ട് പഞ്ചസാര എടുത്തിട്ടുള്ളത്. ശരിക്കും ഒരു കപ്പ് എടുക്കണം കേട്ടോ. ഞാനൊരു പാക്കറ്റ് പാലുകൊണ്ടാണ് പുഡിങ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഞാൻ ഫസ്റ്റ് ഉണ്ടാക്കിയപ്പോൾ എനിക്കൊരു പാട്ട് മനസ്സിലായത് ഒരു കപ്പ് എടുക്കായിരുന്നു എന്നുള്ളത്. കാരമൽ കുറച്ച് കുറവായിരുന്നു. അപ്പോൾ ഞാൻ അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അര കപ്പാണ് നമ്മൾ പഞ്ചസാര എടുക്കണമെന്ന് വെച്ചാൽ അതിലൊരു 1/4 കപ്പ് ഞാൻ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. പെട്ടെന്ന് കാരമലായി കിട്ടാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. കാരമലാവാൻ വേണ്ടിയിട്ട് നമ്മൾ വെള്ളം ഒഴിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ വെച്ചാൽ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കണം കേട്ടോ. അല്ലെങ്കിൽ അത് പഞ്ചസാര കട്ടായിട്ട് പിടിക്കും, പിന്നെ അതത് കാരമലായി കിട്ടൂല. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് അതിങ്ങനെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. ഇങ്ങനെ വെള്ളം ഒഴിക്കാതെയും ചെയ്യുക കേട്ടോ. ഞാൻ വെള്ളം ഒഴിച്ചിട്ട് പിന്നെ എന്ത് ചെയ്യും, കുറച്ച് വെള്ളം വെറ്റിയെന്ന് കണ്ടാൽ കുറച്ച് നേരം ഒന്ന് ഓണിലിട്ട് കൊടുക്കും. അപ്പം ബ്രൗൺ കളർ ചെറുതായിട്ടൊന്ന് വരുമ്പോൾ വീണ്ടും അത് സിമ്മിലാക്കും. അങ്ങനെയാണ് ഞാൻ കാരമലാക്കി എടുക്കൽ കേട്ടോ. പല ആളുകളും പല പോലെയാണ് കേട്ടോ ചെയ്യൽ. ശരിക്ക് ഡാർക്ക് കളറായി കഴിഞ്ഞാൽ കൈപ്രസും വരും. അപ്പോൾ അത് നല്ലോണം ശ്രദ്ധിക്കുക. ഇപ്പോൾ ഇതാ നമ്മൾ കാരമലൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ പുഡിങ് ഉണ്ടാക്കുന്ന ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഇനി ഇത് ചൂടാറാൻ മാറ്റി വെക്കുക. ഇനി പുഡിങ്ങിനുള്ള ബാക്കി കാര്യങ്ങളൊക്കെ ഒന്ന് ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ ഞാനൊരു മിക്സി എടുത്തിട്ടുണ്ട്. അതിലേക്ക് 4 മുട്ടയാണ് പൊട്ടിച്ച് ഒഴിക്കുന്നത്. ഞാനൊരു പാക്കറ്റ് പാലിലാണ് കേട്ടോ പുഡിങ് ചെയ്തെടുക്കുന്നത്. നമ്മൾ എത്രയാണോ സാധനം എടുക്കുന്നത് അതിനനുസരിച്ച് ക്വാണ്ടിറ്റി കൂട്ടി കൊടുക്കുക. ഞാൻ 4 മുട്ടയും പിന്നെ 2 ബ്രെഡ് പിന്നെ മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാരയും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഞാൻ ആദ്യം ഒരു അര കപ്പാണ് കേട്ടോ പഞ്ചസാര എടുത്തിട്ടുള്ളത്. പിന്നെ എനിക്ക് മധുരം കുറവായിട്ട് ഞാൻ വീണ്ടും കൂട്ടിയിട്ടുണ്ടായിരുന്നു. അത് വീഡിയോയിൽ കാണിക്കണില്ല എന്നുള്ളൂ. പിന്നെ പാലിതാ ഒഴിച്ചു കൊടുക്കുന്നത്. ഇനി നന്നായിട്ടൊന്ന് അരച്ചെടുക്കുക. അപ്പോൾ അത് കാരമലൊക്കെ നന്നായിട്ട് സെറ്റായി കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്കാണ് നമ്മൾ അരച്ച് വെച്ചാൽ കൂട്ടൊഴിച്ച് കൊടുക്കുന്നത്. അപ്പോൾ നല്ല ലൂസായിരിക്കും, പക്ഷെ അപ്പോൾ പുഡിങ് കറക്റ്റ് ആവില്ല എന്നൊക്കെ തോന്നും കേട്ടോ. പക്ഷെ അങ്ങനെയൊന്നുമല്ല, ഇത് നമ്മൾ വേവിച്ചെടുക്കുമ്പോൾ കറക്റ്റായിട്ട് തന്നെ നമുക്ക് കിട്ടും. അപ്പോൾ ഇത് വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു കുക്കർ സ്റ്റൗവിൽ വെച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് അതിന് ഒരു റിങ് ഇറക്കി കൊടുക്കുകയാണ്. എന്നിട്ട് അതിൻ്റെ മുകളിലാണ് നമ്മൾ ബൗൾ വെച്ച് കൊടുക്കുന്നത്. കറക്റ്റായിട്ടുള്ള ബൗൾ എടുക്കുമ്പോൾ നമ്മൾ കൈ പൊള്ളണ ശ്രദ്ധിക്കണം കേട്ടോ. അപ്പോൾ എന്താ ചെയ്യണം, ആദ്യം തന്നെ നമ്മൾ സ്റ്റൗവ് കത്തിക്കാതെ ബൗൾ ഇറക്കി വെച്ചിട്ട് സ്റ്റൗവ് കത്തിക്കുക. എന്നാൽ ആ കുക്കറിൽ തൊടുമ്പോൾ നമുക്ക് ചൂടില്ലാതിരിക്കുള്ളൂ. ഇതിപ്പോൾ ഞാൻ ചെറുതായിട്ടൊന്ന് ചൂടായതുകൊണ്ട് എൻ്റെ കൈ ചെറുതായിട്ടൊന്ന് പൊള്ളിട്ടോ, പക്ഷെ വലിയ ചൂടായിട്ടില്ല. അപ്പോൾ നല്ല ചൂടൊക്കെ ആണെങ്കിൽ എന്തായാലും കൈ പൊള്ളിയിട്ടുണ്ടാവും. അങ്ങനെ ഞാനൊരു 3 വിസിലടിപ്പിച്ചിട്ടുണ്ട്. ഇനി വേവ് കറക്റ്റായിണോ നോക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു പപ്പടക്കോലുകൊണ്ട് കുത്തി നോക്കുന്നുണ്ട്. അപ്പോൾ പപ്പടക്കോലുമ പിടിച്ചു കഴിഞ്ഞാൽ വേവ് ആയിട്ടില്ല. ഇപ്പോഴത്തെ പപ്പടക്കോലുമ പിടിച്ചിട്ടില്ല. അപ്പോൾ നമ്മൾ പുഡിങ്ങൊക്കെ കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനി ചൂടാറിയതിന് ശേഷമാണ് നമ്മൾ ഫ്രിഡ്ജിൽ വെക്കുന്നത്. അപ്പോൾ ഞാൻ 4 മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ച് സെറ്റാക്കിയതിന് ശേഷമാണ് കേട്ടോ പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുള്ളത്. അപ്പോൾ പ്ലേറ്റിലേക്ക് മാറ്റുന്ന സമയത്ത് സൈഡൊക്കെ ഒന്ന് അടർത്തി കൊടുത്തിട്ട് മാറ്റുക, എന്നാലാണ് കറക്റ്റായിട്ട് കിട്ടുള്ളൂ. അപ്പോൾ ഇതാ നമ്മൾ പുഡിങ്ങൊക്കെ റെഡിയായി. നല്ല അടിപൊളി ടേസ്റ്റാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. അപ്പോൾ ഇന്നത്തെ നോമ്പ് തുറൻ്റെ മുഴുവനായിട്ട് ഞാൻ എടുത്തിട്ടില്ലായിരുന്നു. ഭക്ഷണം ഉണ്ടാക്കലൊക്കെ എടുത്തു കഴിഞ്ഞ് പിന്നെ നോമ്പ് തുറക്കുന്ന വീഡിയോസ് ഇതിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. അപ്പോൾ ഇത്ര തന്നെ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ആദ്യമായിട്ട് വീഡിയോസ് കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് പിന്നെ കൂടെയുള്ള ബെല്ലൈക്കണും കൂടെ ക്ലിക്ക് ചെയ്യുക കേട്ടോ. അപ്പോൾ അടുത്ത ഇനി ഈദ് വ്ളോഗായിട്ട് ഞാൻ വരാം. അതുവരേക്കും എല്ലാവർക്കും